ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കലിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളെ ബാങ്ക് ഓഫ് ബറോഡ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെഗുലർ ബേസിസ് തന്നെയാണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് നമ്പർ 15 ഓക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയണ്ടേ, നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയണ്ടേ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അത് കൂടാണ്ട് കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റും അവിടെ സ്വാഭാവികമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം വെച്ചാൽ ആ ഒരു കോൺട്രാക്റ്റിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസിന് എന്താ അവിടെ വാല്യൂ ഉണ്ട്. പല PSUസും ചിലപ്പോൾ കോൺട്രാക്ട് ഒക്കെ ആയിട്ടായിരിക്കും 2 വർഷം, പിന്നെ അത് 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് അവിടെ വാല്യൂ ഉണ്ട് ബേസിക്കലി. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, PSCക്ക് പ്രിപ്പയർ ചെയ്യാം. അത് കൂടാണ്ട് ബാക്കിയുള്ള PSUs ഒക്കെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അത് കൂടാണ്ട് KPSRB വിളിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാം. RRB, JE, അതേപോലെ SSC എല്ലാത്തിനും സൈഡായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതേപോലുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഓക്കെ. മിനിമം 23, മാക്സിമം 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. 15 വേക്കൻസീസ് ആണ് ഉള്ളത്. മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഓർ ഇക്വലന്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്ക്, മിനിമം 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ മോണിറ്ററിംഗ് ഓർ എക്സിക്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്, പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്, മെയിൻസ് ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ മേജർ ഇൻസ്റ്റാളേഷൻസ്. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ PSUs അല്ലെങ്കിൽ പ്രൈവറ്റ് ആയാലും മതി. 2 വർഷം എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതേപോലെ പല കോൺട്രാക്റ്റിലൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ എന്താ, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ, അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം ആ ഒരു കോൺട്രാക്ട് എക്സ്പീരിയൻസ് ഒക്കെ എന്താ ഇവിടെ വാലിഡ് ആയിരിക്കും. അപ്പൊ ഇതിലിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, അത് കൂടാണ്ട് 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ടെക്നിക്കൽ മാനേജർ വിളിക്കാം. അത് 9 വേക്കൻസിയാണ്. പിന്നെ ടെക്നിക്കൽ സീനിയർ മാനേജർ, അത് അവിടെ 7 വർഷമാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അത് കൂടാണ്ട് എന്താ പറയണ്ടേ, മിനിമം 3 വർഷം ഉള്ളതും അതൊക്കെ വിളിക്കുന്നുണ്ട്. ഓക്കെ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവിടെ ഇനിയിപ്പോ നമുക്കവിടെ ഓരോ റിസർവേഷൻ എങ്ങനെയാണെന്നില്ലാലും നമുക്ക് അവിടെ നോക്കാം. ഓക്കെ. ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15 വേക്കൻസി ആണ് മൊത്തം ഉള്ളത്. 2, 1, 3, 1, 8 8ആണ് അൺറിസർവ്ഡ്. അങ്ങനെ ടോട്ടൽ 15 വേക്കൻസീസ് ഉള്ളത്. ഓക്കെ. 8 അൺറിസർവ്ഡ്, 1 EWS, 3 OBC, 1 ST, 2 SC എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിലാണ് വേക്കൻസി സ്പ്ലിറ്റ് അപ്പ് ഉള്ളത്. അപ്പൊ ഇത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പോസ്റ്റിംഗ് വരാം. പിന്നെ അത് കൂടാണ്ട് 3-5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ. എക്സാമിനേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് 850 രൂപയാണ്. ഓക്കെ. EWS ജനറൽ OBC കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 175 രൂപ മാത്രമേ ഉള്ളൂ. SC/ST, PWD, വുമൺ എക്സ് സർവീസ്മാൻ, വുമൺ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ. ഓക്കെ. പിന്നെ ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് പറഞ്ഞു, എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് നടക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് നടക്കാം. ഇതാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിട്ടുള്ളത്. പ്രൊബേഷൻ പീരീഡ് ഉണ്ട്, 1 year പ്രൊബേഷൻ ഉണ്ട്. പിന്നെ സർവീസ് ബോണ്ട് ഉണ്ട്. ഓക്കെ. മിനിമം 3 year എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു. ആയിട്ട് ഒരു അപ്ലിക്കേഷൻ സ്ക്രൂട്ടിനി ഉണ്ടാവും. പിന്നെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് ഓർ എനി അതർ ടെസ്റ്റ് ഡീംഡ് ബൈ സൂട്ടബിൾ ഫോർ ദി ഫർദർ സെലക്ഷൻ എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, QA ഉണ്ട്, പ്രൊഫഷണൽ നോളജ് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ അവിടെ 150 minutes ആണ്, 225 marks ആണ് ഉള്ളത്. ഓക്കെ. 150 questions. അപ്പോ ഇതിനെല്ലാത്തിനും 1 marks ഈച്ച്. ടെക്നിക്കലിനാകുമ്പോൾ എന്താ 2 marks ഈച്ചാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ ബൈലിംഗുവൽ ആണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ 1/4 നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഉണ്ടാവും. അതുപോലെ സെക്ഷൻ ടെസ്റ്റ് 1, 2 and 3 ആർ ക്വാളിഫൈ നേച്ചർ ആൻഡ് മാർക്സ് സെക്യൂർഡ് ഇൻ ദി സെക്ഷൻ വിൽ നോട്ട് ബി റെക്കോർഡ് ഇൻ ദി ഫൈനൽ ലിസ്റ്റ്. ഓക്കെ. എന്താ ഫൈനൽ ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ സെന്റർ കേരളത്തിൽ എറണാകുളത്തുണ്ട്. ഓക്കെ. കേരളത്തിൽ എറണാകുളത്തുണ്ട്. വേറെ എവിടെയും ഒരു എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരൊക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ താഴെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഡീറ്റെയിൽഡ് എന്താ പറയണ്ടേ,
ടെക്നിക്കൽ സീനിയർ മാനേജർ ആണ്, അല്ലെങ്കിൽ ഏത് പോസ്റ്റാണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അവിടെ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.